അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന്
ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കേണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവമായി തീരുന്ന ഈ ദാസി ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ കാലത്തെ പ്രതി ദാസിയോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഉപേക്ഷിക്കുന്നു. ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? സ്വീകരിക്കുന്നു. ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേലിയ മുദ്രിതയായിരിക്കുന്നു. റോമക്കാർക്ക് എഴുതാം 6-ാം അധ്യായം
6:3-11 ഈശോയോട് ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദിസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ മാമോദീസയാൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. മിശിഹ മരിച്ചതിന് ശേഷം പിതാവിന്റെ മാത്രത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവൻ നയിക്കേണ്ടതിനാണ് അവനോട് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിനും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായുടെ കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും ഈശോ മിശിഹായ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ
യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ കൃപയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ജലത്താലും ആത്മാവിനായ ജയിക്കുന്നില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ച് ദൈവപുത്രിയാകാനുള്ള വരം ഈ ശിശുവിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ച് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്ന കർത്താവേ, ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാനുള്ള കൃപാവരം ഈ ദാസിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ എഴുന്നേൽക്കുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ചത് ജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമായി തീരാൻ ആഗ്രഹിച്ചതിന്റെ പക്കലെത്തിയിരിക്കുന്ന ഈ ശിശുവിനെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അംഗമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ശിശുവിനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയും നൽകിയതും ഈ ശിശുവിനെ വളർത്തുവാൻ വേണ്ട കൃപാവരം ഇവരുടെ മാതാപിതാക്കൾക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനെയും തമ്മിലായ മാപ്പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും മേജറാർച്ചുബിഷപ്പുമായ മെത്രാൻ പോലിന്റെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. ഭൂമിയിൽ സുഖരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ഭക്ത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഇടയുടെ കീഴിലുള്ള ആലയത്തിൽ ഒന്ന് ചേരുന്ന നിന്റെ രക്ഷാകരം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ എത്തിച്ചതിലേക്കുള്ള പാഠമായി പകരട്ടെ. സകലത്തിന്റെയും നാഥാ എന്നേക്കും വിശ്വാസ പ്രഖ്യാപനം. ഇന്ന് ഈ കൊച്ചുമകൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്താനായിട്ട് പോവുക. അമേരിക്കയുടെ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് അതിനെ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനസ്നാന മാതാപിതാക്കളെ ഏറ്റെടുക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. തിരിച്ചറിവ് വരുന്നതുവരെ മാതാപിതാക്കളോട് കൂടെ ചേർന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഇവരെ വളർത്തിക്കൊള്ളാമെന്നുള്ള ഒരു വലിയ പ്രതിജ്ഞയാണ് ഇവര് ഈ സമയം വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഈ മകൾക്ക് വേണ്ടി എടുക്കുക. നമുക്ക് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്കും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഏറ്റുപറയാം. അങ്ങനെ ഈ വിശ്വാസ സത്യത്തിൽ അടിയുറച്ചവർ നല്ല ജീവിതം നയിച്ചുകൊണ്ട് നാടിന് സഭയ്ക്ക് മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രമായിട്ട് മാറുന്ന ഒരു നല്ല മകളായിട്ട് മാറുവാൻ ഇവിടെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകാദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു.
പരിശുദ്ധ മാമോദീസയുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. അമേലിയ മിരിയാം വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗമായി പ്രതിനിധിക്കുന്ന മിരിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ സ്ഥിരീകരണ ഉദാശയിലേക്ക് താമസിക്കുന്നു. ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേലിയ മിരിയാം മാമോദീസ മുക്കപ്പെടുന്നു.
മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗമായി പ്രതിനിധിക്കുന്ന മിരിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ സ്ഥിരീകരണ ഉദാസീനയിലാണ്. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസനത്തിൽ If you're happy and you know, clap your hands.